ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. ഏകമതം സാധിക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. സത്യം ഒന്നേയുള്ളൂ, പലതുണ്ടാവാൻ ഒക്കുകയില്ല. ആ സത്യം അറിഞ്ഞയാളിന് ഒരിക്കലും മതഭേദമില്ല. അദ്ദേഹത്തിന് ആരോടും വാദവുമില്ല. ഇക്കാര്യമാണ് അടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരുമിതുവാദികളാരുമോർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയുമിതിൻ്റെ രഹസ്യമിങ്ങശേഷം. ഒരു മതമാകുവതിന് മറ്റെല്ലാവരും തൻ്റെ മതത്തിൽ ചേർന്ന് ലോകത്തെമ്പാടും സമത്വം അംഗീകരിക്കപ്പെടാനാണ് എല്ലാവരും വാദങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ ലക്ഷ്യം വാദികളാരും വാദത്തിലേർപ്പെടുന്നവരാരും ഓർക്കുവില്ല, ചിന്തിച്ചറിയുന്നില്ല. പരമതവാദമൊഴിഞ്ഞ അന്യരുമായി അഭിപ്രായ വ്യത്യാസം തീരെയില്ലാത്ത പണ്ഡിതന്മാർ, ബ്രഹ്മനിഷ്ഠന്മാർ ഇങ്ങ് ഈ ലോകത്ത് ഇതിൻ്റെ രഹസ്യം, ഈ നിരർത്ഥവാദത്തിൻ്റെ രഹസ്യം അശേഷമറിയും, പൂർണ്ണമായി ഗ്രഹിക്കുന്നു. മറ്റെല്ലാവരും തൻ്റെ മതത്തിൽ ചേർന്ന് ലോകമെമ്പാടും സ്വമതം അംഗീകരിക്കപ്പെടാനാണ് എല്ലാവരും വാദങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ ലക്ഷ്യം വാദത്തിലേർപ്പെടുന്നവരാരും ചിന്തിച്ചറിയുന്നില്ല. അന്യരുമായി അഭിപ്രായ വ്യത്യാസം തീരെയില്ലാത്ത ബ്രഹ്മനിഷ്ഠന്മാർ ഈ ലോകത്ത് ഈ നിരർത്ഥവാദത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കുന്നു. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും. നിലനിൽപ്പിൻ്റെ സത്യം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു മതം ഉപനിഷത്ത് മതമാണ്. അതിന് തെളിവ് അത് അന്ധമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലെന്നുള്ളത് തന്നെ. ശാസ്ത്രീയമായ ചിന്തയുടെയും തുടർന്നുള്ള പരീക്ഷണത്തിൽ തെളിയുന്ന അനുഭവത്തിൻ്റെയും അടിത്തറയിലാണ് ഉപനിഷത് മതം രൂപം കൊണ്ടിട്ടുള്ളത്. മറ്റു മതങ്ങളെല്ലാം വേണ്ടവണ്ണം അറിഞ്ഞനുഷ്ഠിച്ചാൽ ഉപനിഷത്ത് സത്യമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങളായി അംഗീകരിക്കപ്പെടാവുന്നതാണ്. പരമാർത്ഥത്തിൽ എല്ലാ മതങ്ങളും അംഗീകരിക്കാവുന്ന ശാസ്ത്രീയമായ അടിത്തറ ഉപനിഷത്തുകളിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് അവ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള പാശ്ചാത്യ പണ്ഡിതന്മാർ പോലും ഇതിനപ്പുറം സത്യമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവനവൻ്റെ മതം ലോകം മുഴുവൻ അംഗീകരിക്കണമെന്നാണ് എല്ലാവരുടെയും താൽപ്പര്യം. പക്ഷേ അന്ധമായ വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു മതം ലോകത്തിന് മുഴുവൻ എങ്ങനെ അംഗീകാര്യമാകും? അപ്പോൾ സത്യമറിയാൻ കൊതിക്കുന്നയാൾ തുറന്ന മനസ്സോടെ ഏതു മതത്തെയും സമീപിക്കേണ്ടതാണ്. മുൻകൂട്ടിയുള്ള അന്ധമായ തീരുമാനമാണ് സത്യാനുഭവത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം. അവനവൻ്റെ മതം അന്ധമായി വിശ്വസിക്കുന്ന മത അനുയായികൾ ഒരുമിച്ച് കൂടി വാദിച്ചതുകൊണ്ട് ഒരു തീരുമാനത്തിലും എത്താൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ശാസ്ത്രീയമായി തെളിഞ്ഞാൽ എവിടെ നിന്നായാലും സത്യം അംഗീകരിക്കാം എന്ന സന്മനസ്സോടെ വേണം ചർച്ചയ്ക്കൊരുമ്പെടാൻ. പൂർണ്ണമായും ഈ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സത്യദർശനമാണ് ഉപനിഷത്ത്, പ്രസിദ്ധമായ ബ്രഹ്മവിദ്യ. ബോധ്യപ്പെട്ടില്ലെങ്കിൽ അംഗീകരിക്കരുത് എന്നുകൂടി വേദാന്തശാസ്ത്രത്തിന് അഭിപ്രായമുണ്ട്. അർജുനന് വേദാന്തശാസ്ത്രം മുഴുവൻ ഉപദേശിച്ച ശേഷം ഭഗവാൻ ഗീതയിൽ പറയുന്നത് നോക്കുക. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമർശേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഭഗവത്ഗീത 18:63. ഇങ്ങനെ അത്യന്തം രഹസ്യമായ സത്യം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇതിനെ പൂർണ്ണമായി നിരൂപണം ചെയ്തറിയൂ. എന്നിട്ട് എന്താണോ നിൻ്റെ ഇഷ്ടം അതുപോലെ ചെയ്തുകൊള്ളൂ. ലോകമെമ്പാടും സത്യം തെളിയണമെങ്കിൽ ഈ വിചാര സ്വാതന്ത്ര്യം ആർക്കും അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ വാദിക്കുന്നവരാരും ഇക്കാര്യം കണക്കിലെടുക്കുന്നില്ല. ഇതറിഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ മതസമന്വയം സാധിക്കാനായി 1924 ആലുവായിൽ ഒരു സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് സമ്മേളന പന്തലിൻ്റെ മുഖപ്പിൽ എഴുതി വയ്ക്കുകയും ചെയ്തു. തുറന്ന മനസ്സോടെ മത അനുയായികൾ
ഒരിടത്തിരുന്ന് ചർച്ച ചെയ്യുമെങ്കിൽ വേദാന്തശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള അഖണ്ഡബോധ സത്യം സത്യമായി അംഗീകരിക്കപ്പെടുകയും മതങ്ങളെല്ലാം ആ സത്യം സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങളാണെന്നറിഞ്ഞ് സമന്വയപ്പെടുകയും ചെയ്യും. ഈ വസ്തുതയാണ് ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ, അഖണ്ഡബോധ സത്യം സാക്ഷാത്കരിച്ച ബ്രഹ്മനിഷ്ഠന്മാർക്ക് എല്ലാ മതങ്ങളും അറിഞ്ഞ് അനുഷ്ഠിച്ചാൽ ആ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഉപായങ്ങളാണ്. ഇഷ്ടദേവസങ്കല്പങ്ങളെല്ലാം മനസ്സിനെ ഏകാഗ്രപ്പെടാനുള്ള പ്രതീകങ്ങളാണ്. അപ്പോൾ രാമനും കൃഷ്ണനും ശിവനും പോലെ തന്നെ ക്രിസ്തുവും നബിയും ബുദ്ധനുമെല്ലാം സത്യസാക്ഷാത്കാരത്തിനുള്ള മാധ്യമങ്ങളാകുന്നത് അത്യന്തം ശാസ്ത്രീയം തന്നെയാണ്. ആധുനിക ഗുരുക്കന്മാരുടെ രൂപമോ പുതിയ ദേവസങ്കല്പമോ അംഗീകരിക്കപ്പെട്ടാലും ഒരു വിരോധവുമില്ല. ഒരിക്കൽ കൂടി വായിക്കാം. ആധുനിക ഗുരുക്കന്മാരുടെ രൂപമോ പുതിയ ദേവസങ്കല്പമോ അംഗീകരിക്കപ്പെട്ടാലും ഒരു വിരോധവുമില്ല. പരമസത്യം ബോധസ്വരൂപമായ അവനവൻ്റെ ആത്മാവാണ്. ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് അവിടെ മനസ്സിനെ ഏകാഗ്രപ്പെടാൻ ദിവ്യമായ ഏതു പ്രതീകം അംഗീകരിച്ചാലും എന്താണ് ദോഷം? ഇതുപോലെ മതപരങ്ങളായ ചടങ്ങുകളെല്ലാം ചിത്തം ശുദ്ധീകരിക്കാനാണ്. ഇതറിഞ്ഞുകൊണ്ട് പുതിയ പുതിയ ചടങ്ങുകൾ തന്നെ അംഗീകരിച്ചാലും എന്ത് ദോഷമാണ് വരാനുള്ളത്? ഇവിടെ പരസ്പരം കലഹത്തിന് പ്രസക്തി എവിടെ? ഈ രഹസ്യങ്ങൾ സത്യസാക്ഷാത്കാരം നേടി അറിഞ്ഞതുകൊണ്ടാണ് ഗുരുദേവൻ ഇങ്ങനെ ഒരു മതസമന്വയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനുകമ്പാദശകം എന്ന തൻ്റെ കൃതിയിൽ എല്ലാ മതങ്ങളിലുമുള്ള കരുണാനിധികളായ അവതാര പുരുഷന്മാരെയും ജ്ഞാനഗുരുക്കന്മാരെയും ഒരുമിച്ച് അണിനിരത്തി ഈ മതസമന്വയ ആശയം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുന്നത്. ഭാരതത്തിൽ ഇതം പ്രഥമമായിട്ടെന്നു തന്നെ വേണം പറയണം. ഗുരുദേവനാണ് ഒരു സർവമത സമ്മേളനം ആലുവായിൽ വിളിച്ചുകൂട്ടിയത്. സത്യാനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഈ മതസമന്വയം ഉറപ്പിക്കാനും അത്യന്തം ക്ഷുദ്രമായ ജാതി ചിന്ത നിഷേധിക്കാനുമാണ് ഗുരുദേവൻ തൻ്റെ ആദ്യ പ്രതിഷ്ഠാസ്ഥാനമായ അരുവിപ്പുറത്ത് ദിവ്യമായ ഒരു വിളംബരം ആലേഖനം ചെയ്തുറപ്പിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. പരമസത്യം സൂര്യതുല്യം കണ്ടെത്തിയ ഒരു മഹാപുരുഷൻ്റെ ദിവ്യവചനമാണിത്. ഇതുതന്നെയാണ് പരമതവാദമൊഴിഞ്ഞ പണ്ഡിതൻ തൻ പരമരഹസ്യം. അവനവൻ്റെ ആത്മാവായി വർത്തിക്കുന്ന അഖണ്ഡബോധമാണ് വസ്തുസ്ഥിതി എങ്കിൽ മതകാര്യങ്ങളിൽ മാത്രമല്ല സർവത്ര മനുഷ്യൻ ഞാൻ, നീ, എൻ്റേത്, നിൻ്റേത് എന്നിങ്ങനെ ഭേദബുദ്ധിയിൽപ്പെട്ടുഴലാൻ എന്താണ് കാരണം? ഈ സംശയത്തിന് ഉത്തരമാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.